ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ മോളെ മദ്രസിലൊക്കെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ അതിനെ കണ്ടുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്തിട്ട് അതിന് ശേഷമുള്ള വീഡിയോസ് ഇടാം. ഞാനുണ്ടല്ലോ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഓർമ്മയേ ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എണീറ്റ പാടന്നെ എനിക്ക് രണ്ട് മൈൻഡാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഉച്ചക്കേക്കിലെ ഫുഡ്, അതായത് മോൾക്ക് കൊടുക്കേണ്ട ഫുഡ് ഫ്രൈഡ് റൈസാണ്. അത് ഞാൻ അതിൻ്റെ മസാല തലേന്ന് ആക്കിയത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെയ്ച്ചോറാക്കിയിട്ട്, അതായത് ചോറാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് കൊടുക്കലേ വേണ്ടൂന്നില്ല ഒരു മൈൻഡായിരുന്നു ഉണ്ടായത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഫ്രിഡ്ജ് കിടക്കുന്നുണ്ട്, അത് വെച്ച് ഗീ റോസ്റ്റ് ഉണ്ടാക്കണം, അതിന് തക്കാളി ചട്നി വേണം, കറിയൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വേഗം തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി മാത്രം എടുത്തിട്ടില്ലോ. എനിക്ക് തോന്നുന്നത് കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഉള്ളി ഇടാണ്ട് വെക്കുമ്പോൾ ഈ ഒരു തക്കാളി മാത്രം ഇട്ടിട്ട് ചെയ്യുമ്പോഴാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, തക്കാളി മാത്രമാണ് കട്ട് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു വെപ്രാളത്തിലായിരുന്നു ഞാൻ ഉണ്ടായത്. അപ്പോൾ വേഗം തന്നെ ആ ഒരു 4 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറിന് വേണ്ട പരിപാടി തുടങ്ങി. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ച് കട്ടൻ ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിപ്പ് ചായ കുടിക്കുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ മോള് പോയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമാവുന്നുണ്ട്. കാരണം ഓട്ടവും ചാട്ടവും ഒക്കെ ആയപ്പോൾ. അപ്പോൾ പിന്നെ ഇനി മുതൽ ആ ഒരു രീതി മാറ്റണം എന്നിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേഗം ചായ കുടിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം വല്ലാണ്ട് ക്ഷീണമാവുന്ന മോള് പോകുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ബോഡി ആകെ ഒരു ക്ഷീണം പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഇനി അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ഞാനിത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കണത്. എനിക്ക് നെയ്ച്ചോറ് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ്. അതിൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ മസാല ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ തലേന്ന് എന്തെങ്കിലും ഉണ്ടാക്കി ഇതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാവിലെ വലിയൊരു സമാധാനമാണ് സംഭവം. പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ, എന്ത് കൊടുക്കണം എന്നില്ല ഒരു ചിന്ത വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തലേന്ന് എന്തെങ്കിലും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം അതാക്കിയിട്ട് ഓളെ സ്കൂളിലേക്കുള്ള പാത്രത്തിലാക്കിയിട്ട് അങ്ങ് വെക്കും. പിന്നെ അത് രാവിലെ എടുത്ത് അത് ചൂടാക്കി കൊടുത്താൽ മതി എന്നില്ല ആ ഒരു മൈൻഡിൽ. ഇനിയിപ്പോൾ പ്രശ്നമില്ല എന്നുള്ള ഒരു സമാധാനമാണ്. ഇല്ലെങ്കിൽ രാത്രി ഇങ്ങനെ ചിന്തിക്കും, നാളെ എന്ത് കൊടുക്കും, നാളെ എന്ത് സ്നാക്സിന് എന്ത് കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കി കൊടുക്കും, ചോറിന് എന്ത് വറവ് കൊടുക്കും, എന്താണുള്ള കഴിക്കൽ, അങ്ങനെയൊക്കെ ഒരു ചിന്ത കൂടുതലാണ്. അപ്പം പിന്നെ ഞാനങ്ങനെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ഇന്നലെ രാത്രി നിൽക്കുന്നുണ്ടായത്. എനിക്ക് ഇഡ്ഡലി മാവുള്ള കാര്യം എനിക്ക് ഓർമ്മയേ ഉണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ മൈൻഡിലേ ഉണ്ടായിട്ടില്ല. ഉമ്മ രാവിലെ എണീറ്റ പാടെ ഇങ്ങനെ ഉമ്മക്ക് വേണ്ട ദോശൻ്റെ അരി പുതിർത്ത്, ഇങ്ങനെ ദോശക്ക് വേണ്ട അരി പുതിർത്തുന്ന സമയത്ത് എന്നോട് ചോദിച്ചേ, നിങ്ങൾക്ക് ദോശ വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ അങ്ങനെ ഒരു സാധനം ഫ്രിഡ്ജ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ പണിയായല്ലോ, വേഗം തന്നെ ഞാൻ തക്കാളി ചട്നി ആക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തക്കാളി ചട്നി ആക്കി ഞാൻ ഇറക്കി വെച്ച സമയത്തായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്, ഇതിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ലാന്ന്. അങ്ങനെ വീണ്ടും ഞാനത് സ്റ്റൗവിൽ കയറ്റിയിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണ്. മൈൻഡൊക്കെ എവിടേക്കോ ആണ്, എന്തൊക്കെയോ ഒരു ടെൻഷനും ബേജാറൊക്കെ ആയിരുന്നു. ഈ സമയത്ത് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. മോളെ മദ്രസയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്തേക്ക് 3 നായി ഒന്നിച്ച് പോയി. അതാകെ പേടിച്ച് പോയി. അപ്പം ഈ നായി പോകുന്ന കണ്ടിട്ടായിരുന്നു ഞാനിങ്ങനെ സ്കൂട്ടി എടുത്തിട്ട് വരാണല്ലോ. അപ്പോൾ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ടായി. അതാകെ പേടിച്ച് ഞാൻ വേഗം സ്കൂട്ടി എടുത്ത് മുന്നിൽ പോയി ഹോണടിച്ച് കൂട്ടി. കാരണം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓളാകട്ടി പേടിത്തോണ്ടിയാണ് ഞാൻ. അപ്പം ഞാനും പേടിച്ച് ഓളും പേടിച്ചിട്ടുണ്ട്. കാലും കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ ഹോണടിച്ച് സൗണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. ഞാനിങ്ങനെ ഹോണടിച്ച് വണ്ടി നായിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കയറ്റുകയൊക്കെ ചെയ്തു. ധൈര്യം നിന്ന് ആ ഒരു ടൈമിൽ എനിക്ക് എന്തോ അത്ര ധൈര്യം കിട്ടിപ്പോയി. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായ ഒരു സമയത്ത് ഞാൻ അതിന് എൻ്റെ ആ കുട്ടീനെ അവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റക്കൈ. എനിക്ക് അന്ന് ആ സമയത്ത് എനിക്ക് നല്ല പേടിയായി. കാരണം നായി അതേ സ്ഥലത്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടെ വണ്ടീൻ്റെ ബാക്കിൽ വരാമെന്നുള്ള ടെൻഷനും എല്ലാം കൂടെ എന്താ പറയണ്ടേ, ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ആ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ മാറാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒരു ഡിലേ ആയ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. അപ്പം വേഗം തന്നെ ചോറ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മ
വന്നിട്ട് അതേ പറഞ്ഞേ ചോറ് നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ പോരെ, കുക്കറിലാക്കണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞ് കുക്കറിലാക്കുക, കാരണം ഇല്ലെങ്കിൽ ലേറ്റ് ആവും എന്തായാലും. അപ്പോൾ ആ ഒരു വെപ്രാളത്തിലാണ് ഞാൻ ചോറൊക്കെ ഫുള്ള് ഒന്നിച്ച് തട്ടി. ഞാൻ ഹാഫായി, അതായത് ആദ്യം കുറച്ച് ചോറിടും, എന്നിട്ട് കുറച്ച് മസാല ഇടും, എന്നിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് വീണ്ടും ചോറ്, എന്നിട്ട് മസാല, അങ്ങനെയായിരുന്നു ചെയ്യൽ. ഞാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു മൂഡിൽ ഫുള്ള് അങ്ങ് തട്ടി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യാണ്. അപ്പം കുറച്ച് അതാപുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചോറും ഒന്നിച്ചായപ്പോൾ പിന്നെ അത് തിരിച്ച് വീണ്ടും എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്നെ നല്ല പോലെ തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നോർമലി ഫ്രൈഡ് റൈസൊക്കെ ഞാൻ ചെയ്യുമ്പം ആദ്യം കുറച്ച് ചോറും മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കൽ. അപ്പം ഇങ്ങനെ ചെയ്ത് ആ ഒരു മൈൻഡിലായിരുന്നു ഉണ്ടായത്, രാവിലെ ആ ഒരു ഷോക്കിലായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഞാൻ മോൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കി. ഇനി ഇതൊക്കെ ഒന്ന് ബാഗിൽ പാക്ക് ചെയ്ത് വെക്കണം. ഇന്ന് ഞാൻ സ്നാക്സ് ആയിട്ട് മാങ്ങയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കക്കിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ സാലഡായിട്ട് ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ കഴിക്കില്ല. അപ്പോൾ റൗണ്ടായിട്ട് കക്കിരി കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുകയെന്ന് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ടുള്ളത് ഗീ റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലി ആയിരുന്നു കൂടുതലും ബെറ്റർ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. കാരണം ഇഡ്ഡലി നമുക്ക് ചുട്ട് വെച്ച് കഴിഞ്ഞാൽ വന്നപാടത് കൊടുക്കുകയല്ലേ വേണ്ടു. അപ്പം ഇതിന് ഗീ റോസ്റ്റ് വന്നതിന് ശേഷമാണ് ചുട്ട് കൊടുത്തത്. അപ്പം എല്ലാം കൂടെ എന്താ പറയുക, ഫുള്ളൊരു ടെൻഷനിലായിരുന്നു. ഇനി ഇത് തിന്ന് കഴിയുമ്പോഴത്തേക്ക് വണ്ടി വരുമോ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു. വണ്ടിയൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. കുറച്ച് സമയം ഓൾക്ക് കളിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രാവിലെ തന്നെ എല്ലാ പണിയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു സമയം കുറച്ചൊന്ന് റഷ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നു. ഓളെ കാര്യം, അതായത് രാവിലെ മദ്രസ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ മുടിയൊക്കെ വാരി കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു സമാധാനമാണ് എനിക്ക്. പിന്നെ തിരിച്ചു വന്ന് പിന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കും, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മദ്രസയിൽ നിന്ന് പോയി വന്ന് ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുടി വാരി കൊടുക്കൽ എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ. ഫുഡൊക്കെ ഒറ്റക്കൊന്നും എടുത്ത് തിന്നൂല. അപ്പോൾ ഒറ്റക്ക് എടുത്ത് തിന്നാൽ പിന്നെ വണ്ടി പോക്കായിരിക്കും, കാരണം അത്രയും സ്ലോയിലാണ് ഓള് കഴിക്കൽ. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പണി കുറഞ്ഞു കിട്ടിയാൽ പിന്നെ ഈ ഒരു പണി മാത്രമേ ഇല്ലല്ലോ. അതായത് മുടി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കേണ്ട കാര്യമല്ലല്ലോ, രണ്ടും കൂടെ ഒന്നിച്ച് നടക്കൂല എന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു മുടി കെട്ടൽ രാവിലെ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ തിരക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ലെവലുണ്ടാവില്ല. മുടി വാരി കെട്ടുന്നതൊക്കെ എനിക്ക് സമാധാനത്തിൽ ചിലപ്പോൾ സമയത്ത് ഏജിട്ട് വീണ്ടും കെട്ടേണ്ടി വരികയൊക്കെ ചെയ്യും. അപ്പം രാവിലെ ആകുമ്പം പ്രശ്നമില്ല. മദ്രസയിലേക്ക് നോർമലി ഓള് 6:30, അതായത് കഴിഞ്ഞ പ്രാവശ്യം വരെ 6:30 മദ്രസ ഉണ്ടാകുമ്പോൾ 6 മണിക്കോളം എണീറ്റ് 6:30 ആകുമ്പോഴത്തേക്ക് കറക്റ്റ് മദ്രസയിലെത്തും. ഇതിപ്പം 1/4 മണിക്കൂർ നേരത്തെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മുടി കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ 5:45 എണീച്ച് കഴിഞ്ഞാൽ ആൾക്ക് സമാധാനത്തിൽ മുടിയും കെട്ടാൻ റെഡിയാവുകയും ചെയ്യുക, ഫുഡും കഴിക്കുക, അതായത് വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ രാവിലെ എനിക്കിന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ട ടെൻഷനൊന്നുമില്ല, കാരണം ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇതേപോലെ കരിഞ്ജീരകത്തിൻ്റെ വെള്ളവും പിന്നെ ടീ കേക്കോ അല്ലെങ്കിൽ കാടമുട്ട പുഴുങ്ങിയതോ അതൊക്കെ കൊടുക്കലാണ്. അപ്പം ഞാൻ ഈ ഒരു ദിവസം കാടമുട്ട പുഴുങ്ങി വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്നാക്സ് ബോക്സൊക്കെ റെഡിയാക്കി വെച്ച് ചോറ്റുപാത്രം അടച്ചു വെച്ചിട്ടില്ല, കാരണം ആ ചൂട് ഒന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ദോശക്കല്ലൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ദോശ ചുടണമല്ലോ. അപ്പം എല്ലാം ടൈം ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും മദ്രസയിലേക്ക് ഞാൻ കൂട്ടാൻ പോകുന്നതിന് മുമ്പേ തന്നെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടായിരിക്കും പോവൽ. ഞാൻ ഗീ റോസ്റ്റിന് വേറെ മാവ് അരക്കലൊന്നുമല്ല, ഒരു മാവ് അരച്ചിട്ട് അത് ഇഡ്ഡലിക്കും ഗീ റോസ്റ്റിനും വേണ്ടി എടുക്കൽ തന്നെയാണ്. അപ്പം ഈ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു തിക്നെസ്സിൽ തന്നെ ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ചുട്ട ദോശ നല്ല തിക്കായിരുന്നു. നമ്മുടെ ആ ഒരു തട്ട് ദോശ പറയില്ലേ, എൻ്റെ ഉമ്മക്ക് അങ്ങനത്തെ ദോശയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പം നമ്മൾ ഈ ഗീ റോസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ചുടാനൊക്കെ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ദോശയാണ് ഈ ഒരു തടിച്ച തട്ട് ദോശ. ഞാൻ ഓർമ്മയില്ലാണ്ട് ആ ഒരു ബാറ്ററിൽ തന്നെ, ആ ഒരു തിക്നെസ്സിലെ ബാറ്ററിൽ തന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ കഴിച്ചു, ഇവർക്കൊന്നും അത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് കുറച്ചും കൂടെ ലൂസ് ആക്കണം എന്നുള്ളത്. അങ്ങനെ വെള്ളമൊഴിച്ച് ലൂസാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അവർക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം അവിടെ മിസ്സായി. പിന്നെ എന്താ പറയുക, ഇത് 1-2 കഴിക്കും, അപ്പോൾ ഒരു സമാധാനമാണ്. നല്ലോണം പൊരിഞ്ഞ് വരണം. അതുപോലെ തന്നെ തക്കാളി ചട്നിയും വേണം. ഈ തേങ്ങ ചട്നി ഇഷ്ടമല്ല, രണ്ടാൾക്കും ഇഷ്ടമല്ല. തക്കാളി ചട്നിയാണ് രണ്ടാൾക്കും ഇഷ്ടം. തട്ടിക്കൂട്ടായിട്ട് വേഗം തക്കാളി ചട്നിക്ക് പകരം തേങ്ങ ചട്നി ആക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നിനും നിൽക്കില്ല, അതന്നെ വേഗം അങ്ങോട്ടാക്കി കൊടുക്കും. അവരിഷ്ടത്തോടെ കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അങ്ങനെ നമ്മുടെ ഗീ റോസ്റ്റ് ഇവിടെ, എൻ്റെ ഫസ്റ്റത്തെ ഗീ റോസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. കാരണം ഈ ഒരു ചൂട് നല്ലോണം ചൂടാവുന്നതിന് മുന്നേ ഞാൻ നല്ല
അപ്പോഴത്തേക്ക് വലിയ സൈസിൽ ചുടുമായിരുന്നു. പിന്നെ ആളുടെ ഷേപ്പൊക്കെ അങ്ങോട്ട് പോകും. ഈ ഓട് ചൂടാവുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഗീ റോസ്റ്റ് അവിടുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ടിഫിനൊക്കെ എടുത്ത് വെക്കലാണ്. ഇനിയിപ്പോൾ സമയമായി, ഏകദേശം ടൈം ആവാനായ സമയത്ത് ഞാൻ വേഗം ഈ ടിഫിനൊക്കെ കിറ്റിലെടുത്ത് വെച്ച് ബാഗിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. കാരണം ഒരു പ്രാവശ്യം ഞാൻ വാട്ടർ ബോട്ടിൽ മറന്നിട്ടുണ്ട്, ഇനിയും മറക്കുമെന്നില്ല ടെൻഷൻ എനിക്കുണ്ട്. അപ്പം ഇങ്ങനെ ചിന്ത വരും, മറക്കരുത് എന്നുള്ള ചിന്ത വന്നാൽ എന്തായാലും മറക്കും. അങ്ങനെയാണ് ഞാൻ ഒരു സാധനം അവിടെ വെക്കും, ഇങ്ങനെ ചിന്തിക്കും, മറക്കരുത് ചിന്തിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും മറന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മറക്കും എന്നങ്ങനെ പറയേണ്ടി വരും. കാരണം ചില സംഭവങ്ങൾ ഒട്ടും ബോധമില്ല ഞാൻ എവിടെ വെച്ചെന്നില്ല കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഓരോ സംഭവം ഞാനിങ്ങനെ ദേഷ്യം പിടിക്കും, എനിക്ക് അങ്ങോട്ട് പോയി പിന്നെയും തിരിച്ചു വരും, ഇതെവിടെ ഞാൻ കൊണ്ടുവച്ച ചിലപ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. ഞാനിങ്ങനെ രാജിക്കാനോട് പറയാം, രാജിക്ക എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, ഇങ്ങനെ പിന്നെ എവിടെ വെച്ച് എന്താക്കിയെന്നില്ല കാര്യമൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാനതവിടെ മറന്നിട്ട് ഞാനങ്ങ് പോകും. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഞാനതവിടെ മറന്നിട്ട് ഞാനങ്ങ് പോകും. അപ്പം ഞാനോട് പറയും, നീ റീൽസ് കാണുന്നത് കുറക്ക്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ റീൽസ് കാണണമെന്നില്ല. അവർ എന്നാൽ പിന്നെ പ്രശ്നത്തില്ല, എൻ്റെ ഏജിൻ്റെതായിരിക്കും എന്ന് പറയും, പ്രായം കൂടുന്നുണ്ടാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെനിക്ക് ഫസ്റ്റത്തത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല വലുതും നല്ല മൊരിഞ്ഞു വന്നതൊക്കെ ആയിരിക്കും. പിന്നുള്ളത് നോക്കരുത്, അതിൻ്റെ കോലം വളരെ മോശമായിരിക്കും. അങ്ങനെ സാധനം റെഡിയായി. ഇനി ഇത് രണ്ടാൾക്കും കൂടെ തിന്നാൻ കൊടുക്കണം. ഈ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ മോനും മോക്ക് കൊടുക്കുന്ന സമയത്ത് ചോദിക്കും, കാരണം ഓനിക്കും ഇഷ്ടമാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള സംഭവം. അങ്ങനെ വേഗം തന്നെ ഇങ്ങനെ വായിലിട്ട് കൊടുക്കുകയാണ്. ഈ പൊരിഞ്ഞ സംഭവം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വായിൽ വേഗം ഇട്ടെടുക്കുമ്പോൾ കുത്തുന്നൊക്കെ പറയും. അങ്ങനെ രണ്ടാൾക്കും കൂടെ ഫുഡ് കൊടുത്ത് റെഡിയായി. ഇനി കുറച്ച് സമയം വണ്ടി വരുന്നേരം വെയിറ്റ് ചെയ്ത് പുറത്തിരുന്ന് അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.